ബോസിന് ഞങ്ങളോടൊപ്പം ഹോളി കളിക്കാൻ ആഗ്രഹമുണ്ടെന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. ഹോളി വന്ന് അടിച്ചു പൊളിക്കാം. ഹോളി ആശംസകൾ ബോസ്. എടാ വിവരം കിട്ടവനെ, ഒറ്റപ്പല്ല, നീ എന്താടാ ഈ ചെയ്തത്? എടാ, ഇതിനകത്ത് ഞാൻ കെമിക്കൽ നിറച്ചിട്ടുണ്ടായിരുന്നു. അതാരുടെയെങ്കിലും ദേഹത്ത് വീണാൽ അവൻ ഉറഞ്ഞു പോകും. ഞാനതാ പ്രേം സഹായിയുടെ റോബോട്ടിനെ പിടിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതായിരുന്നു. ഞാൻ എന്ത് ചെയ്യാനാ ബോസ്? എനിക്ക് അറിയില്ലായിരുന്നല്ലോ ഇതിനകത്ത് കെമിക്കൽ ഉള്ള കാര്യം. സോറി. എടാ, നീ ഹോളി കളിക്കുന്നത് പോലെ അഭിനയിച്ച് ഫുർസത്ത് ഗഞ്ചിലേക്ക് പോകൂ. നിനക്ക് ആ റോബോട്ടിനെ കണ്ടാൽ അറിയാമല്ലോ. നീ ആ റോബോട്ടിനെ എവിടെ വെച്ച് കണ്ടാലും അവന്റെ ദേഹത്ത് ഈ കെമിക്കൽ ഒഴിക്കണം. അപ്പോൾ അവൻ ഉറഞ്ഞു പോയിക്കോളും. പിന്നെ അവനെ ഒരു വലിയ ട്രക്കിന് പിന്നിൽ കെട്ടിയിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരണം. ഇപ്പൊ നീ ചെല്ലടാ. ഏയ്, നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കളറിറങ്ങി കളിച്ചാൽ മതി. എന്റെ ദേഹത്തെങ്ങാനും എറിഞ്ഞാലുണ്ടല്ലോ. അത് ടിംബക്ടു ആണല്ലോ. എന്നെ അന്വേഷിക്കുന്നെന്ന് തോന്നുന്നു. വരൂ, നമുക്ക് അയാളുടെ ആഗ്രഹം സാധിച്ചു കൊടുത്തേക്കാം. ജിൻഡു ഇങ്ങ് വന്നേ. അതെ അങ്കിളെ, അങ്കിൾ ആരെ അന്വേഷിക്കുന്നേ? അത് പിന്നെ നിന്നെ പോലെയുള്ള നല്ല നല്ല മിടുക്കന്മാരായ കുട്ടികളുടെ കൂടെ ഹോളി കളിക്കാൻ വേണ്ടി വന്നതാ. വരൂ, ഞാൻ നിങ്ങളുടെ കൂടെ ഹോളി കളിക്കട്ടെ. വരൂന്നേ. ഹാപ്പി ഹോളി. അടിച്ചു പൊളിക്കാൻ ഹോളി വന്നേ, ഹോളി വന്നേ, ഹോളി വന്നേ. ഇത്രയും വലിയ ബലൂണോ? അങ്കിൾ, ഓടുമ്പോ നോക്കി ഓട്. ടിംബക്ടു അങ്കിൾ, ഇനിയും അങ്കിളിന് ഹോളി കളിക്കണോ? പിന്നെന്താ, ഹോളി വന്നേ, ഹോളി വന്നേ, അടിച്ചു പൊളിക്കാൻ ഹോളി വന്നേ. അയാള് മാജിക് കാരനാ. അയാൾ ഒളിപ്പിച്ചു വെച്ചതൊന്നും അങ്ങനെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റില്ല. ഞാൻ എന്റെ റോബോട്ടിക് പവേഴ്സ് യൂസ് ചെയ്യേണ്ടി വരും. എക്സ്റേ വിഷൻ ഓൺ. എക്സ്റേ വിഷൻ ഓൺ. സർ, ഞാനൊരു മാജിക് കാണിച്ചോട്ടെ? അവിടെ നിക്കട ചെറുക്ക, നിന്നെ കൊണ്ടൊന്നും മാജിക് കാണിക്കാൻ പറ്റില്ല. ഇനി ഞാൻ എന്റെ തൊപ്പിക്കകത്ത് നിന്നും മുയലിനെ പുറത്തെടുക്കുന്നതാണ്. നോക്ക്, ഈ തൊപ്പിക്കകത്ത് ഒന്നും തന്നെ ഇല്ല. ഇതെങ്ങനെയാ സംഭവിച്ചത്? മുയലിനെയാണോ അന്വേഷിക്കുന്നേ? മുയലിതേ ഇവിടെയാണ്. ഇങ്ങ് വാ. ഏയ്, ഈ മുയല് ഭയങ്കര കുസൃതിയാണല്ലോ. ഇങ്ങോട്ട് വരാൻ. കണ്ടില്ലേ, എന്റെ ശിഷ്യനാണ്. എങ്ങനെയുണ്ട്? അവൻ ആ തൊപ്പിക്കകത്തൊന്നും മുയലിനെടുത്തത് കണ്ടില്ലേ? പക്ഷെ കുറച്ചുകൂടി ട്രെയിനിങ് വേണം. അത് ശരി, എന്നാ ഞാനിപ്പോ മുയലിനെ പിടിക്കും. നോക്ക്. അമ്മയുടെ മാല. നീ സൈഡിലോട്ട് പോയി നിൽക്ക്. എന്നിട്ട് ഈ മാജിക് ഒക്കെ എങ്ങനെയാ ചെയ്തതെന്ന് മര്യാദയ്ക്ക് പറ. റോബോട്ടിന് ഒരിക്കലും മാജിക് ചെയ്യാൻ പറ്റില്ല. ഓ, അപ്പൊ ഞാൻ റോബോട്ടാണെന്ന് നിങ്ങൾക്ക് അറിയാല്ലേ? രണ്ട് റോബോട്ടുകളോ? ആ ടിംബക്ടു ആകെ ഒന്നിന്റെ കാര്യമല്ലേ പറഞ്ഞുള്ളൂ. ഒന്ന് റോബോട്ടാണ്, ഒന്ന് മാജിക് കാരനാണ്. ഇപ്പൊ തന്നെ നിന്നെ ഞാൻ മുയലാക്കി എല്ലാവരുടെ അടുത്ത് കൊണ്ടുപോകാൻ പോവാ.
ആ എന്നെ ആർക്കും പിടിക്കാനാവില്ല. എന്നെ ആർക്കും പിടിക്കാനാവില്ല. ജിൻഡു, നീ അയാള് മോഷ്ടിച്ച സാധനങ്ങൾ തിരിച്ചു കൊടുക്ക്. ഞാനും ഇംലിയും അയാളെ പിടിച്ചോണ്ട് വരാം. അയാളുടെ പുറകെ പോ. ചിലപ്പോൾ നീയും ഇംലിയും പുറകെ വന്നാ മതി. ഓക്കേ വീർ. എടാ, ഞാൻ നിർത്താൻ പറയുന്നത് വരെ നീ ഏത്തമിട്ടുകൊണ്ടേയിരിക്കുക. 1 2 ടിംബക്ടു 3 4 ടിംബക്ടു 5 6 ടിംബക്ടു. പക്ഷെ എനിക്ക് പറയാനുള്ളതും കൂടി ഒന്ന് കേൾക്കൂന്നേ. ഞാനൊരു പുതിയ പ്ലാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. എടാ ഒറ്റപ്പല്ല, ഞാൻ നിർത്താൻ പറയുന്നത് വരെ നീ ഏത്തമിട്ടുകൊണ്ടേയിരിക്കണം. ഏത്തമിട്ടുകൊണ്ട് പ്ലാൻ പറഞ്ഞാൽ മതി. ശരി ബോസേ, എനിക്കൊരു പ്രത്യേകതരം മനുഷ്യനെ അറിയാം. അയാൾക്ക് ഏത് തരത്തിലുള്ള രൂപവും എടുക്കാൻ കഴിയുമെന്നേ. അയാള് ഫുർസത് ഗഞ്ചിലേക്ക് വേഷം മാറി ചെന്നിട്ട് ആൾക്കാരെ എല്ലാം പിടിച്ച് അവിടെ മൊത്തം പ്രശ്നമുണ്ടാക്കും. അപ്പോൾ ആ പ്രേം സഹായിയുടെ റോബോട്ട് അവരെ എല്ലാം രക്ഷിക്കാൻ വേണ്ടി അങ്ങോട്ടേക്ക് വരുമ്പോ ഞാനിപ്പോ പറഞ്ഞ ആളില്ലേ, അയാൾ അവനെ പിടിച്ചോണ്ട് വരും. നിന്റെ പ്ലാനൊക്കെ കൊള്ളാം, പക്ഷെ നീ അത് ചെയ്യുന്ന കാര്യത്തിൽ മണ്ടനാണ്. വേഗം പോയി നീ പറഞ്ഞ ആളെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വരൂ. ചെല്ലോ. ഞാൻ ഇവിടെ തന്നെ ഉണ്ടല്ലോ സാർ. ഞാനാണ് നിങ്ങൾ വിളിക്കാൻ പറഞ്ഞ വ്യക്തി. എങ്ങനെയുണ്ട് ബോസ്? ഞാൻ കൊണ്ടുവന്ന ആള് എങ്ങനെയുണ്ടെന്ന് പറ. താനൊരു ഭയങ്കരനാണല്ലോ. ഞാൻ വിചാരിച്ചു ഈ കോമാളി ടിംബക്ടു തന്നെ ആയിരിക്കുന്നത്. നീ എന്റെ കാര്യങ്ങൾ ഭംഗിയായി ചെയ്യുകയാണെങ്കിൽ ഞാൻ നിനക്ക് വേണ്ടതെല്ലാം ചെയ്തു തരുന്നതാണ്. എങ്കിൽ പിന്നെ എനിക്കുള്ള പ്രതിഫലം വേഗം എടുത്തു വെച്ചോളൂ. താൻ ഈ മെഷീനും കൂടെ കരുതിക്കോളൂ. ഇതിലൂടെ നോക്കിയാൽ മെറ്റലിന്റെ റോബോട്ടിനെ തിരിച്ചറിയാൻ സാധിക്കും. അപ്പോൾ നിനക്കവനെ കണ്ടുപിടിക്കാൻ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവുകയില്ല. അവനെ കണ്ടാൽ ഉടൻ തന്നെ നീ എന്നെ വിവരങ്ങൾ അറിയിക്കണം. ഇതാ ഇംലി, ക്യാച്ച് പിടിക്ക്. വീർ, നിങ്ങൾ പുറത്ത് കളിക്കുമ്പോൾ സൂക്ഷിച്ചു വേണം. ഈയിടെയായി ഫുർസത് ഗഞ്ചിൽ നിന്നും ആളുകളെ കാണാതാവുന്നുണ്ട്. ആർക്കും അറിയില്ല ആരാണ് ഇവരെയൊക്കെ പിടിച്ചോണ്ട് പോകുന്നതെന്ന്. അപ്പൂപ്പ, അവരെ കൊണ്ടുപോകുന്ന ആരാന്നുള്ളത് ഞാൻ കണ്ടുപിടിക്കാം. എന്നിട്ട് അവരെ പിടിക്കുകയും ചെയ്യാം. അല്ലേ ഇംലി? പോലീസിനെ കൊണ്ട് പിടിക്കാൻ പറ്റാത്തവരെ നമ്മളെങ്ങനെ പിടിക്കുന്ന വീർ? ദിസ് ഈസ് ഇംപോസിബിൾ. അപ്പൂപ്പൻ പറയാറില്ല, ഇംപോസിബിളിനെ പോസിബിൾ ആക്കുന്ന ആളാണ് എല്ലാവരും വീരെന്ന് വിളിക്കുന്നത്. ബണ്ടി വെറുതെ ചൊറിയാൻ നിക്കണ്ട. ബണ്ടി നിങ്ങൾക്ക് തിരിച്ച് നല്ല പണി തരും. മനസ്സിലായോ നിങ്ങൾക്ക്? ഈ ബണ്ടി ഒരു പാഠം പഠിപ്പിച്ചേ മതിയാകൂ. ഇതെന്താ സംഭവിച്ചത്? ടെന്റ് എങ്ങനെ താഴെ വീണത്? സാർ, 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 ബണ്ടിക്ക് ശരിക്കും ഇതൊന്നും കൊടുത്താ പോരെ ചുൾബുൾ? വെൽക്കം കൂട്ടുകാരെ. ആദ്യം ആരെയാ കഴിക്കേണ്ടത്? നിന്നെയാണോ? ഓ, അപ്പൊ നിന്നെയാണോ? ആ, എന്നാ നിന്നെ കഴിച്ചേക്കാം. ഇന്ന് വീറിനെ ശരിക്കും ഇവിടെട്ട് വിരട്ടി പേടിപ്പിക്കാൻ പോവാ. അവനെന്ന് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അവൻ പേടിക്കുന്നത് കണ്ട് സ്കൂള് മൊത്തം ചിരിക്കണം. ഇവൻ ഒരിക്കലും നന്നാവില്ല. ഞാൻ പറഞ്ഞിട്ട് നമുക്ക് കരടിയുടെ വേഷം കെട്ടി ഇവനെ പോയി ശരിക്കും അങ്ങ് പേടിപ്പിക്കാം. ഇന്ന് നിനക്ക് ഞാൻ അവസരം തരാം.
ഓ താങ്ക്സ്, ഓ താങ്ക്സ് ചിണ്ടു, താങ്ക്സ്. അപ്പൊ ബണ്ടി എന്നെ പേടിപ്പിക്കാൻ വേണ്ടി വന്നതല്ലേ? ചുൾബുളും ചിണ്ടും അവന് നല്ല പണിയാ കൊടുക്കുന്നേ. അവരെ പോയി എങ്ങനെങ്കിലും തടഞ്ഞേ പറ്റൂ. ബണ്ടി മുകളിൽ